ധൻരാജ് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ ഭയങ്കരമായി പോപ്പുലറായിരുന്ന ഒരു പാർട്ടി നേതാവാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന, ആളുകൾക്കിടയിൽ അത്രയും സ്വീകാര്യനായ ഒരു നേതാവ്. ഇപ്പോഴും ധൻരാജിനെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അയാളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന, വൈകാരികമായ അയാളെ ഓർത്തെടുക്കുന്ന ഒരുപാട് പാർട്ടി കോമ്രേഡ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. അത്രമേൽ CPIM ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. RSR വീട്ടിൽ കയറിയ ബന്ധുക്കളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു ധൻരാജിനെ. അപ്പോൾ ധൻരാജിൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം വലുതായിരുന്നു, അതുണ്ടാക്കിയ വൈകാരികത വലുതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്ക് വീട് വെച്ച് കൊടുക്കാനും അയാളുടെ കടബാധ്യത തീർക്കാനും അയാൾക്ക് വീട്ടുകാർക്ക് സഹായം ചെയ്യാനുമായി പാർട്ടി ഒരു പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ 1 കോടിയോളം രൂപ അതിനകത്തേക്ക് സംഭാവനയായി വന്നത് ധൻരാജിനോട് പാർട്ടിക്കാർക്ക്, പാർട്ടി ബന്ധുക്കൾക്ക്, പാർട്ടി സിമ്പതൈസേഴ്സിനുള്ള സ്നേഹം എന്തുമാത്രമായിരുന്നു കാണിച്ചു തരുന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ ധൻരാജിൻ്റെ പേരിലുള്ള പൈസ പാർട്ടിയിലെ ഉന്നതരായ ആളുകൾ വെട്ടിച്ചു എന്നത് CPIM പിടിച്ചു കുലുക്കും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ കാര്യത്തിൽ അന്നും ഇന്നും ശരിയാവണ്ണമുള്ള വിശദീകരണം നൽകാൻ CPIM പറ്റിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അന്നത്തെ പ്രശ്നം അതേപോലെ എന്താണ്, പാർട്ടിയോട് അടിച്ചമർത്തുക, അടിച്ചൊതുക്കുക, നിശബ്ദമാക്കുക, പരാതി ഉന്നയിച്ചവരെയും പരാതി ആരോപണം നേരിട്ടവരെ എല്ലാവരെയും എതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പതിവ് രീതി അവലംബിച്ച് ആ പ്രശ്നം ഇല്ലാതാക്കി എന്നാണ് CPIM വിചാരിച്ചിരുന്നതെങ്കിൽ അത് വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്. കാരണം ആരോപണത്തെയും ഗൗരവ സ്വഭാവമുണ്ട്. 1 കോടിയോളം രൂപ പിരിച്ചെടുക്കുന്നു, ധൻരാജിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു, ധൻരാജിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും പേരിൽ കുറച്ചു തുക ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ ഇരുന്നു. ബാക്കി 40 ലക്ഷം രൂപ മിച്ചം വരുന്നു. ആ 40 ലക്ഷം രൂപ 2 പാർട്ടി കോമ്രേഡ്സിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ആ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ മാറ്റുമ്പോൾ ധൻരാജിൻ്റെ പേരിൽ 10-15 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ട്. ആ കടബാധ്യത തീർക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പൈസ അപ്പുറത്തേക്ക് മാറ്റുന്നത്. ആ മാറ്റിയ പൈസയുടെ പലിശ വരുന്നു. ആ പലിശ പേഴ്സണലി ഈ പറയുന്ന നേതാക്കൾ വിഡ്രോ ചെയ്യുന്നു എന്നാണ് ആരോപണം. പിന്നീട് 40 ലക്ഷം രൂപയും കാണാതാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പ്രോപ്പറായി അവതരിപ്പിച്ച് ദീർഘനാളുകൾ കഴിഞ്ഞ് 2017 എല്ലാ പ്രോസസ്സും പൂർത്തിയായ ഏർപ്പാട് 2021 സമ്മേളനത്തിന് മുമ്പായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ പറയുന്നു, ഞാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കണക്ക് വരുമ്പോൾ എനിക്ക് സംശയം തോന്നാൻ കാരണമുണ്ട്. കാരണം എന്താണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള കണക്കുകൾ ഞാൻ ഓഡിറ്ററായിരുന്നു. ഞാനത് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ചില ക്രമക്കേടുകൾ എന്നെ ഇതും പരിശോധിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് പരിശോധിച്ചപ്പോൾ ഇതിലും വ്യാപകമായ ക്രമക്കേട്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വ്യാജ റെസീറ്റ് അടക്കം അടിച്ച് പാർട്ടിയെ കളിപ്പിച്ചു, അത്രയും പൈസ വലിച്ചു എന്നാണ്. അപ്പോൾ ഈ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ചെടുത്ത 1 കോടിയോളം രൂപയ്ക്കകത്തു നിന്ന് ഒരു നല്ല പങ്ക് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അടിച്ചെടുത്തു എന്നാണ് CPIM ഒരു ജില്ലാ കമ്മിറ്റി അംഗം അന്ന് പാർട്ടിക്ക് പരാതി കൊടുത്തത്.